ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ആൻ എക്സ്പ്ലെയിനർ. അപ്പോൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോളോ ലെവലിംഗ് സീസൺ 2 എപ്പിസോഡ് 2 ആണ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തുടരാൻ ശ്രമിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കാര്യം കഴിഞ്ഞ വീഡിയോ മിക്കവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായിരുന്നു, അതുപോലെ ലൈക്കും ചെയ്തിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ മിസ് ചെയ്യുന്ന ഒരു അണ്ടർ റേറ്റഡ് ജെം ആയിട്ടുള്ള ആനിമയുണ്ട്. അതിൻ്റെ ചാനലുണ്ട്. ആനിമയുടെ പേരെന്താ വെച്ചാൽ ഇമൻസിൻ ഷാഡോ ആണ്. കിഡിലൻ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ആനിമയാണ്. കണ്ടിട്ടില്ലാത്തവർ ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്ത് നോക്കാം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തുടരാൻ ശ്രമിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എപ്പിസോഡ് സ്റ്റാർട്ടിംഗിൽ സങ്ജിൻ വോ കൊന്നിട്ടുള്ള എല്ലാ ഐസ് ബിയേഴ്സിനെ ഷാഡോ ആർമിയിലോട്ട് ആക്കുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് ആ ബോസിനെ വരെ. അവിടെ നിന്ന് കട്ട് ചെയ്ത് ആ റെഡ് ഗേറ്റിന് ഫ്രണ്ട് ആൾക്കാരെ കാണിക്കുകയാണ്. ഇവിടെ നമുക്കിവിടെ വെറും 3 മണിക്കൂർ ആയെങ്കിൽ ഗേറ്റിന്റെ അകത്ത് 3 ദിവസമായി എന്ന് അയാൾ പറയാണ്. വോങ് ഡോങ് സുങ് പറയാണ്, എന്തായാലും എന്റെ ടൈമിയുടെ വേസ്റ്റ് എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാര്യം ഇപ്പൊ തന്നെ അവർ റെഡ് ഗേറ്റിന്റെ അകത്ത് കിടന്ന് മരിച്ചു കാണും സങ്ജിൻ വോ എന്നും പറഞ്ഞ് അവൻ തിരിഞ്ഞ് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വൈറ്റ് ടൈഗർ ഗിൽഡിലത്തെ ലീഡറിനോട് അവൻ തിരിഞ്ഞിട്ട് പറയാ, സങ്ജിൻ വോ വൈറ്റ് ടൈഗർ ഗിൽഡിൽ ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് അവൻ റെഡ് ഗേറ്റിന്റെ അകത്ത് പറഞ്ഞു വിട്ടെ എന്ന ലീഡറിനോട് അവൻ ചോദിക്കുകയാണ്. അപ്പോഴെങ്കിൽ അവിടെ നിന്ന് അസിസ്റ്റന്റ് അവനോട് പറയാണ്, അത് പിന്നെ അവന് സി റാങ്ക് മിഷൻ ചെയ്യാൻ വേണ്ടി അവൻ ഭയങ്കര ആഗ്രഹമാണ്, പിന്നെ അവൻ നല്ല കഴിവുള്ളവനായതുകൊണ്ടാണ് അവൻ റെഡ് ഗേറ്റിന്റെ അകത്ത് പറഞ്ഞു വിട്ടെന്ന് അസിസ്റ്റന്റ് പറയാണ് അവനോട്. ഓ അങ്ങനെയാണോ, നീ എൻ്റെ അടുത്ത് കള്ളം പറയാൻ നോക്കണ്ട എന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് കഴുത്ത് പിടിച്ച് പൊക്കെയാണ് വോങ് ഡോങ് സുങ്. എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം, നീ പണം എവിടെ നിന്ന് കിട്ടോ അവിടെ നീ എന്തും ചെയ്യും എന്ന് വോങ് ഡോങ് സുങ് ആ അസിസ്റ്റന്റിനോട് പറയാണ്. ആ കൈ ഒന്ന് എടുത്ത് മാറ്റിക്കോ എന്ന് വൈറ്റ് ഗിൽഡിലത്തെ ലീഡർ അവന്റെ കൈ പിടിച്ച ശേഷം പറയാണ്. നീ നാടിന് മാത്രമേ വലിയ ആളായിട്ടുള്ളൂ, നീ എന്റെ കണ്ണിൽ വെറും ചെറുതാണ് എന്ന് വോങ് ഡോങ് സുങ് അവനോട് പറയാണ്. അങ്ങനെയാണോ, എന്നാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവരെ പവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവേക്കൺ ചെയ്യാൻ തുടങ്ങിയാണ്. അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾ പറയാം, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഇതൊരു എസ് റാങ്ക് ബാറ്റിലായിട്ട് മാറും. അവിടെ നിന്ന് കട്ട് ചെയ്ത് ആ ഒരു എ റാങ്ക് ടീമിലെത്തി രക്ഷപ്പെട്ട ആ ഒരു ലീഡർ മാത്രം നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ചത്തിറങ്ങുന്ന ബിഎസിനെ കാണുകയാണ്. ഇവരെല്ലാം കൊന്നത് ആ ഒരു സി റാങ്ക് ടീം ആയിരിക്കും, അല്ല ഐസെൽഫ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ സ്വയം പറഞ്ഞ് വിശ്വസിപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് ഓടുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് റെഡ് ഗേറ്റിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ആ ബാറ്റിൽ കാണിക്കണം. അപ്പോൾ ബാറ്റിൽ ഇടയ്ക്ക് വെച്ച് കൃത്യസമയത്തിന് വന്ന് ഒരു അസിസ്റ്റന്റ് അവിടെ ഇടപെട്ടത് കൊണ്ട് അവരങ്ങോട്ട് ഫൈറ്റ് ചെയ്യുന്നില്ല. വോങ് ഡോങ് സുങ്, എനിക്കറിയാം തനിക്ക് സങ്ജിൻ വോനോട് എത്രത്തോളം ദേഷ്യമുണ്ട്. അത് 2 മാസത്തിന് മുമ്പ് ഞാൻ ടെസ്റ്റ് ചെയ്തു, അവൻ കൺഫേം ആയിട്ടും ഈ റാങ്ക് 100 ആണ്. പിന്നെ താങ്കളുടെ അനിയൻ മരിച്ചത് അത് കൺഫേം ആയിട്ടും ഒരു ഡഞ്ചൻ അറ്റാക്ക് ആണ്, അല്ലാതെ അവനല്ല കൊന്നത്. നിന്റെ അനിയനെ കൊന്നത് മറ്റേ പണക്കാരനായിരിക്കും, അപ്പോൾ പണക്കാരനല്ലേടാ ആദ്യം കൊല്ലേണ്ട എന്ന് അവനോട് പറയാണ് ഇയാൾ. വോങ്ങിന്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, അവൻ നോക്കിയിട്ട് തിരിച്ച് നടന്നു പോകുന്നുണ്ട്. എനിക്ക് എന്തായാലും ഉറപ്പാണ് മിസ്റ്റർ സങ്ജിൻ വോ എന്തായാലും ഈ ഒരു ഗെയിമിന്റെ അകത്ത് സർവൈവ് ചെയ്യും, അത് എനിക്കറിയാം എന്ന് അവിടെ ഒരാൾ ആലോചിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ആ എ റാങ്ക് 100നെ കാണിക്കണം. അപ്പോഴെങ്കിലും അവൻ ആലോചിക്കുകയാണ്, എന്ത് ഇവർ ഇപ്പോഴും അലൈവാണ്, വീക്കായിട്ടും ഇവർ സർവൈവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ സോഡ് എടുത്തതിന് ശേഷം അവരുടെ തലറിക്കൊണ്ട് പോവുകയാണ്. എന്റെ ടീമിന് ഈ കോട്ടും പിന്നെ ഇമാതിരി എക്യുപ്മെന്റ്സും കയ്യിലില്ലായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാ കിട്ടിയത് എന്ന് പറഞ്ഞ് ഇവൻ ആദ്യം മറ്റേ സി റാങ്ക് പെൺകുട്ടിയെ ഡൗട്ട് അടിക്കുന്നുണ്ട്. എന്നിട്ടും പറയണോ മറ്റേ സങ്ജിൻ വോ അല്ലേ, അവനാണല്ലേ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്തത്, പിന്നെ നിങ്ങൾ ഈ കാണിച്ച് ചതിക്കുക നിങ്ങൾ എന്തായാലും കൊല്ലും എന്ന് പറഞ്ഞിട്ട് സോഡ് എടുത്തതിന് ശേഷം അവിടെ ഇരിക്കുന്ന പെൺകുട്ടിയെ കൊല്ലാവരും കൃത്യസമയത്തിന് അവിടെ സങ്ജിൻ വോ വരുന്നുണ്ട്. ജെയിൻ വോ വന്ന് തൊട്ടതും അപ്പോൾ തന്നെ അവൻ തെറിച്ചു പോയി കിടക്കുകയാണ് 10 അടി മാറിയിട്ട്. സങ്ജിൻ വോ അവനോട് പറയാണ്, നിന്റെ ടീം മരിച്ച ഫ്രസ്ട്രേഷൻ ഇവരടുത്തല്ല തീർക്കേണ്ടത്, നിനക്ക് ഒറ്റയ്ക്കടിക്കാൻ പേടിയായോണ്ട് നീ ഇപ്പോൾ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണോടാ എന്ന് പറഞ്ഞിട്ട് ഹീറോ പറയുന്ന മറ്റേ ഐസെൽഫിനെയാണ്. ഇപ്പോൾ ഐസെൽഫ് ഒക്കെ വിസിബിൾ ആവുന്നുണ്ട്. സങ്ജിൻ വോ ആ ഒരു ഐസെൽഫിനോട് ചോദിക്കുന്നുണ്ട്, നീയാണോ ഈ ഐസെൽഫിലത്തെ ലീഡർ? അപ്പോഴാണെങ്കിൽ ഐസെൽഫ് പറയുന്നുണ്ട്, ആണെന്നും പറയാം അല്ലെന്നും പറയാം. അപ്പോഴാണെങ്കിൽ ആ ഐസെൽഫ് അവനോട് ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ സംസാരിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്? അപ്പോഴാണെങ്കിൽ ഹീറോ മനസ്സിലാക്കിയാണോ, എനിക്ക് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ പെൺകുട്ടി പറഞ്ഞ് ചോദിക്കുകയാണ് സങ്ജിൻ വോ, താങ്കൾക്ക് ഐസെൽഫിന്റെ ലാംഗ്വേജും അറിയാവോ? അപ്പോഴാണ് സങ്ജിൻ ഒരു കാര്യം മനസ്സിലാവുന്നത്, ആ ഒരു ഐസെൽഫിന്റെ ലാംഗ്വേജ് സങ്ജിൻ വോന്റെ ആ ഒരു സിസ്റ്റം ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. അത് അവന് മാത്രമേ അവർ സംസാരിക്കുന്ന മനസ്സിലാവുന്നുള്ളൂ. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നേരെ പോയിന്റിലോട്ട് തന്നെ വരാം. പിന്നെ ഇവൻ എൻ്റെ ഫ്രണ്ടാണ്, ഇവന് നിന്റെ കൂട്ടത്തിലുള്ള ആരെടുത്തോ ഫൈറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. കാരണം അവൻ പറയുന്നത് അവൻ ഭയങ്കര സ്ട്രോങ്ങർ എന്നാണ്. ആരവർ നോക്കുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ അവനടുത്ത് നിന്നെ കൊല്ലുടാൻ പറഞ്ഞ ആ ഒരു ഐസെൽഫാണ്. ആ സെക്കൻഡ് തന്നെ ആ ഒരു ഐസെൽഫിന്റെ തല സങ്ജിൻ വോ വെട്ടുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അവൻ കഴിഞ്ഞു അടുത്ത ആര് എന്ന് ആ ഐസെൽഫിനോട് സങ്ജിൻ വോ ചോദിക്കുകയാണ്. സങ്ജിൻ വോ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ബോസിൻ്റെ അടുത്ത് ഫൈറ്റ് ആണ് പോകണം. അപ്പോൾ ബോസ് ആണെങ്കിൽ അവിടെ നിന്ന് മാറുകയാണ്, പക്ഷേ ബോസിന്റെ ആ ഒരു കുതിരയാണ് അവിടെ മരിക്കുന്നത്. നീ ശരിക്കും മനുഷ്യൻ തന്നെയാണോടാ? കാരണം എന്താ വെച്ചാൽ എന്നെ മനുഷ്യന്മാരെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരാൾ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, അവനെ കൊല്ലുന്നത്, പക്ഷേ എൻ്റെ ഈ മനസ്സിൽ ഇപ്പോൾ പറയുന്നില്ല. സങ്ജിൻ വോ അവൻ്റെ മനസ്സിൽ ആലോചിക്കുകയാണ്, എൻ്റെ മൈൻഡ് ഒരു സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന പോലെ അവനെ ഏതെങ്കിലും സിസ്റ്റം കൺട്രോൾ ചെയ്യാണോ എന്ന് സങ്ജിൻ വോ അവനെ പറ്റി ഡൗട്ട് അടിക്കുകയാണ്. എനിക്ക് എന്തൊക്കെയായാലും നീയായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരു ആഗ്രഹമില്ല, പക്ഷേ നീ ഒരു കാര്യം ചെയ്ത് ഒരു പ്രപ്പോസൽ ഞാൻ തരാം. എൻ്റെ പിറകെ നിൽക്കുന്ന ആ ഒരു 4 പേരെ എനിക്ക് തന്നിട്ട് നീ പൊക്കോ, നിന്നെ ഒന്നും ചെയ്യില്ല. അപ്പോഴെങ്കിൽ സങ്ജിൻ വോ ആ ഒരു ഐസെൽഫിനോട് ചോദിക്കുകയാണ്, ആദ്യം ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം എന്താ, നിങ്ങൾ എന്തിനാണ് മനുഷ്യന്മാരെ ഹണ്ട് ചെയ്യുന്നത് എന്ന് ആ ഒരു ഐസെൽഫിനോട് സങ്ജിൻ വോ ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു ഐസെൽഫിന് എന്തോ ഗ്ലിച്ച് സംഭവിച്ചതിന് ശേഷം പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയാണ്, നീ നിന്റെ പിറകെ നിൽക്കുന്ന ആ ഒരു 4 പേരെ എനിക്ക് തന്നിട്ട് നീ പൊക്കോ, നിന്നെ ഒന്നും ചെയ്യില്ല. അപ്പോഴെങ്കിൽ സങ്ജിൻ വോ പറയാണ്, നിന്റെ പ്രപ്പോസൽ ഞാൻ റിജക്റ്റ് ചെയ്യുകയാണ്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോഴാണെങ്കിൽ ആ ഒരു ഐസെൽഫ് പറയാണ്, നമ്പർ വൈസ് നോക്കുകയാണെങ്കിൽ നിന്നെ കാട്ടി ഏറ്റവും കൂടുതൽ സോൾജേഴ്സ് ഉള്ള അത് എനിക്കാണ്, അതുകൊണ്ട് നമ്മളെ ജയിക്കുള്ളൂ, അത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് ഐസെൽഫ് അവനോട് പറയാണോ. അങ്ങനെയാണോ എന്ന് പറഞ്ഞ സങ്ജിൻ വോ അവൻ്റെ എല്ലാ ഐസ് സോൾജേഴ്സിനെ അവിടെ സ്പോൺ ചെയ്യുകയാണ്, ഇൻക്ലൂഡിങ് മറ്റേ ഐസ് ബിയേഴ്സ് വരെ ഉണ്ട്. ഇത് കണ്ടിട്ട് ആ ബി റാങ്ക് പെൺകുട്ടി ചോദിക്കുകയാണ്, ശരിക്കും താങ്കൾ ആരാണ്? അപ്പോഴാണെങ്കിൽ മറ്റേ ഐസെൽഫ് അവനോട് പറയാണ്, ഇത് കംപ്ലീറ്റ്ലി വേസ്റ്റ് ഓഫ് ടൈം ആണ്, കുഴപ്പമില്ല ഇനി ഫൈറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് സങ്ജിൻ വോ അവനോട് പറയാം. ശേഷം ഐസെൽഫ് ആർമിയും പിന്നെ ഹീറോയുടെ ഷാഡോ ആർമിയും തമ്മിൽ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. ആ
ഒരു സമയം നോക്കി അവൻ്റെ ടീമുള്ള എല്ലാവരും രക്ഷപ്പെടാൻ നോക്കിയാണ്. പക്ഷേ ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് 3 ഐസെൽഫ് അമ്പേ നിൽക്കുകയാണ്. പക്ഷേ ഹീറോ സിമ്പിളായിട്ട് പോയിട്ട് അവരെ 3 പേരെയും കൊല്ലുന്നുണ്ട്. പക്ഷേ ഈ സമയം ജീൻവോന്റെ HP ഒക്കെ സ്പീഡ് ഡ്രെയിൻ ആവാൻ തുടങ്ങിയാണ്. അപ്പോഴെങ്കിലും ജീൻവോ അവൻ്റെ മനസ്സിൽ ആലോചിക്കുകയാണ്, ഇഗ്രീസ് ഒന്ന് ഫൈറ്റ് ചെയ്താൽ പോലും ഈ ഫൈറ്റ് നിൽക്കില്ല, എനിക്ക് എന്തായാലും പവർഫുൾ ആയിട്ട് വേണം, കാരണം ആ ഒരു ലീഡർ എന്നെക്കാട്ടി സ്ട്രോങ്ങർ ആണ് എന്ന് ജീൻവോ അവൻ്റെ മനസ്സിൽ ആലോചിക്കുകയാണ്. എൻ്റെ പേര് ബാർക്ക, നിന്റെ പേര് എന്താടാ എന്ന് സംജിൻവോനോട് ഒരു ഐസെൽഫ് ചോദിക്കുകയാണ്. അപ്പോൾ സംജിൻവോ മാസമായിട്ട് അവൻ്റെ ഇൻവെന്ററിൽ നിന്ന് ഒരു സോറത്തിന് ശേഷം പറയാണ്, എൻ്റെ പേര് സംജിൻവോ. അങ്ങനെ ജീൻവോയും അവനറിയാനുള്ള എല്ലാ ടെക്നിക്കും വെച്ച് ബാർക്കിനോട് ഫൈറ്റ് ചെയ്യാൻ നോക്കുന്നു. പക്ഷേ ബാർക്കൊന്നും പറ്റുന്നില്ല, അവൻ പഠിച്ച എല്ലാ ടെക്നിക്കും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് ബാർക്കിനെ നോക്കി ഒരു ഫയർ ബോൾ വരുന്നുണ്ട്. അങ്ങനെ ഫയർ ബോൾ അറ്റാക്ക് കൊണ്ട് ബാർക്ക് അവിടെ നിന്ന് തെറിച്ചു പോകുന്നു. അതേസമയം മറ്റേ ബോധം കെട്ട് പോയ ആ എയർ റാങ്ക് ലീഡർ അഥവാ കിം എന്ന് പറയുന്ന അവൻ അവിടെ എണീക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഓ ഇവൻ കാരണമാണ് ഇത്രയും നടക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ട് സംജിൻവോനെ കൊല്ലാൻ വേണ്ടി അവൻ പോവുകയാണ്. സംജിൻവോ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട ഒരു അവസ്ഥയാണ്, കാരണം രണ്ട് സൈഡിൽ നിന്ന് രണ്ടുപേരും അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ആ ഒരു ഫയർ ബോൾ അവൻ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കിട്ടി എന്ന് സംജിൻവോ അവൻ്റെ മനസ്സിൽ ആലോചിക്കുകയാണ്. പെട്ടെന്ന് ജീൻവോയുടെ സ്ഥലത്ത് കുറെ മിസ്റ്റ് വരികയാണ്. അപ്പോഴെങ്കിൽ മറ്റേ ബാർക്ക് ചോദിക്കുകയാണ്, എന്താ നീ എന്നെ കണ്ട് പേടിച്ചു പോയി? അപ്പോഴാണ് അവിടെ ഒരു വലിയൊരു മോൺസ്റ്റർ വരുന്നത്. ആ ഒരു മോൺസ്റ്ററിനെ കണ്ട് ബാർക്ക് അവരെ പേടിച്ചു പോവുകയാണ്. ശരിക്കും ആ വലിയ മോൺസ്റ്റർ ആരാണ്? അല്ല, ആ മോൺസ്റ്ററിനെ എവിടെ വെച്ചാണ് സംജിൻവോക്ക് കിട്ടിയത്? കുറച്ച് ബാക്കിലോട്ട് കുറച്ച് മുമ്പ് അവനെ നോക്കി മറ്റേ കിം ഓടിയിരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു മൈന്യൂട്ട് സെക്കൻഡിൽ ഇഗ്രീസ് വെളി വന്നതിന് ശേഷം അവൻ്റെ നെഞ്ചി കൂടെ കത്തി ഇറക്കുകയാണ്. എടാ സംജിൻവോ, നിനക്കറിയായിരുന്നു അല്ലേ ഭാവിയിൽ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് കിം അവിടെ മരിക്കുകയാണ്. അപ്പോൾ തന്നെ അവ ഒരു കാര്യം പറയാം, റൈസ് എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ റൈസ് എന്ന് പറയുമ്പോഴാണ് ഹീറോയുടെ ടീമിലോട്ട് ഓരോ ഷാഡോ സോൾജേഴ്സ് വരുന്നത്, അവരുടെ സോൾ വരുന്നത്. അതിനിപ്പോൾ കിമ്മിൻ്റെ സോൾ ഷാഡോ ആർമിയിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ തന്നെ ഹീറോ ആ ഒരു സോളിൻ്റെ പേര് വെക്കുന്നുണ്ട്. ആ സോളിൻ്റെ പേരെന്ന് വെച്ചാൽ അയൺ. ആണെങ്കിൽ ബാർക്കയ്ക്ക് അയണിന് ഭയങ്കര ഇഷ്ടപ്പെടുകയാണ്. അതിന് അയണുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങണം. പക്ഷേ അയണുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ബാർക്കയ്ക്ക് ഭയങ്കര സ്ലോ ആയിട്ട് ഫീൽ ചെയ്യുകയാണ് അവൻ്റെ സ്ട്രെങ്ത് എല്ലാം. ആണെങ്കിൽ ഇവരെ ഫൈറ്റ് നോക്കിക്കൊണ്ട് അവർ 3 പേരും ഒരു മരത്തിന് പിറകെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെങ്കിൽ അവർ പറയുകയാണ്, ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഫൈറ്റ് കണ്ടിട്ടില്ല, ഹണ്ടേഴ്സ് ഒക്കെ ഇങ്ങനെയാണോ ഫൈറ്റ് ചെയ്യാറുള്ളത്? അപ്പോഴെങ്കിൽ ബാർക്ക ഹീറോയോട് പറയാണ്, നീ എന്താണ് നിന്റെ ആളെ വെച്ച് ഫൈറ്റ് ചെയ്യുന്നത്, നീ എന്ത് ഫൈറ്റ് ചെയ്യാറില്ലേ? ഓ നീ ഇത് പറയാൻ വേണ്ടി നോക്കി നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ഹീറോയും കൂടെ ഫൈറ്റ് വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം അവൻ്റെ കൂടെ. ഒരേ സമയത്തിൽ ബാർക്കയോട് ഫൈറ്റ് ചെയ്യുന്ന ഇഗ്രീസും ഹീറോയും പിന്നെ അയണുമാണ്. പക്ഷേ ബാർക്കയാണെങ്കിൽ അവരെ 3 പേരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യുകയാണ്. അവൻ സിമ്പിളായിട്ട് അവരുടെ അടുത്തൊക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് സംജിൻവോ അവൻ്റെ പിറകെ പോയതിനു ശേഷം ബാർക്കയ്ക്ക് ചെറിയ മുറിവ് വരുത്തുന്നുണ്ട്. അപ്പോൾ ബാർക്കയാണെങ്കിൽ സംജിൻവോനോട് ചോദിക്കുകയാണ്, ചെറിയൊരു മുറിവ് വരുത്തി പറഞ്ഞ് എന്താണ് നടക്കാൻ പോകുന്നത്? അതിരിക്കട്ടെ, നീ സ്ട്രോങ്ങർക്ക് തന്നെ, പക്ഷേ നിന്റെ ഫ്രണ്ട്സ് ഒന്നും ഇപ്പോൾ ജീവനോട് ഇല്ലല്ലോടാ. അപ്പോഴാണെങ്കിൽ ബാർക്ക് അവിടെ ചുറ്റും നോക്കണം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആ ഐസെൽഫ് എല്ലാം മരിച്ചിരിക്കും. ഇതുകൊണ്ട് ദേഷ്യം പിടിച്ച ബാർക്ക ഹീറോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സ്പീഡ് ഫ്രണ്ടിലോട്ട് ഓടി പോകുന്നുണ്ട്. അപ്പോഴെങ്കിൽ ഹീറോ അവൻ്റെ ഇന്ന് സോഡ് അവനെ നേരിട്ട് എറിയുകയാണ്. ബാർക്കയും ആ ഒരു അറ്റാക്കിൽ ചെറിയ ഡൈവേർട്ട് ആവുന്നുണ്ട്. ആ സമയം നോക്കി കുറച്ച് ഷാഡോ മെമ്പേഴ്സിലെ കുറച്ച് ആൾക്കാർ ഫയർ വെച്ച് അറ്റാക്ക് ചെയ്യുകയാണ് ബാർക്കേനെ. പെട്ടെന്ന് തന്നെ അയണും കൂടെ ബാർക്കിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാർക്ക് പറയുകയാണ്, എത്ര ധൈര്യം നിങ്ങൾക്ക് എന്നെ അറ്റാക്ക് ചെയ്യുക? അപ്പോൾ തന്നെ ഹീറോ ടെലിപ്പോർട്ട് ചെയ്തതിനു ശേഷം അവൻ്റെ വയറിൽ പോയിട്ട് കുത്തുകയാണ്. ആ ഒരു സമയത്തിന് തന്നെ അയണ് വന്നിട്ട് അവൻ്റെ തലയിൽ കൂടെ കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെ അവൻ്റെ കാര്യം ഖത്തമാവുകയാണ്. ബാർക്കും മരിച്ചതിന് ശേഷം ഹീറോയ്ക്ക് കുറേ എക്സ്പീരിയൻസ് ലെവലപ്പൊക്കെ ആവുന്നുണ്ട്. അപ്പോഴെങ്കിൽ അയൺ മരിച്ച ബാർക്കിന് വീണ്ടും തലയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എടാ അവൻ മരിച്ചില്ലേടാ, പിന്നെ നീ ഇതിനെ അറ്റാക്ക് ചെയ്യുന്ന നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നീ എന്തോ എന്ന് ഹീറോ പറഞ്ഞ ശേഷം അവിടെ നിന്ന് പോവുകയാണ്. ഇവനൊരു പൊട്ടൻ തന്നെ എന്ന് ഇഗ്രീസ് അയണിനെ പറ്റി പറയണം. അപ്പോൾ അയണാണെങ്കിൽ അവൻ്റെ മൈൻഡ് വോയിസ് കേൾക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ആ ഒരു പെൺകുട്ടി ഇവനോടൊന്ന് ചോദിക്കുകയാണ്, എല്ലാം കഴിഞ്ഞില്ലേന്ന്. അപ്പോഴാണെങ്കിൽ അവൻ പറയുന്നുണ്ട് എല്ലാം കഴിഞ്ഞു. അപ്പോൾ തന്നെ അവിടെ തിരിച്ചു പോകുന്ന പോർട്ടൽ വരുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് റെഡ് ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാരെ കാണിക്കണം. അപ്പോഴാണെങ്കിൽ ആ അസിസ്റ്റന്റ് അവനോട് പറയാണ്, ബോസ് കുറേ നേരമായില്ലേ വീട്ടിൽ പോകണ്ടേ? അപ്പോഴാണെങ്കിൽ അവൻ പറയുന്നുണ്ട്, ഇല്ല കുഴപ്പമില്ല, അവർ പോയിട്ട് ഇപ്പോൾ തന്നെ 3 മണിക്കൂറായി എന്ന് പറയുമ്പോൾ അവിടുത്തെ 3 ദിവസം. അപ്പോഴാണെങ്കിൽ ആ റെഡ് പോർട്ടലിൻ്റെ അവിടെ ഒരു പോർട്ടൽ വരികയാണ്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് തിരിച്ചു വരുന്നതുകൊണ്ട് തന്നെ തിരിച്ചു വരാൻ റിട്ടേൺ പോർട്ടലാണ്. എന്നും പറഞ്ഞ് വൈറ്റ് ടയർ കിട്ടില്ലാത്ത ലീഡർ നോക്കുമ്പം അവൻ വിചാരിച്ച പോലെ ഒന്നും നടന്നിട്ടില്ല. കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റ് മറ്റു 2 പേരും പിന്നെ ഹീറോയും പിന്നെ അവൻ്റെ ഹീറോയിൻ്റെ അനിയത്തിൻ്റെ ഫ്രണ്ട് വരികയാണ്. ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ വിപരീതമായിട്ടാണല്ലോ നടന്നിട്ടുള്ളത്. എന്നാൽ ലീഡർ അവനെ മനസ്സിൽ ആലോചിക്കുകയാണ്. കിമ്മും മറ്റുള്ളവരും എവിടെ? എന്നാൽ ലീഡർ അവരോട് ചോദിക്കുകയാണ്. അപ്പോഴെങ്കിൽ അവർ സാഡായിട്ട് താഴെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ലീഡറിന് കാര്യം മനസ്സിലാവുക, അവരൊക്കെ മരിച്ചു എന്ന് മനസ്സിലാവുകയാണ് ലീഡറിന്. അപ്പോൾ തന്നെ സംജിൻവോ അവൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോവുകയാണ്. അപ്പോഴെങ്കിൽ അവനെ പിടിച്ച് നിർത്തുകയാണ് ആ ലീഡർ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിട്ട് അവരോട് ചോദിക്കുക, ഞാൻ ഇപ്പോൾ ടയേർഡാണ്, എനിക്ക് വീട്ടിൽ പോകണം എന്ന് സംജിൻവോ ആ ലീഡറിനോട് പറയണം. അപ്പോൾ ലീഡർ ആണെങ്കിൽ അവനോട് പറയണ്ട, നിനക്ക് ഓർഡറാണ് തരുന്നത്, ഞാൻ ചോദിച്ച ക്വസ്റ്റ്യന് ഉത്തരം മാത്രം തന്നാൽ മതി, അല്ലാതെ ഇങ്ങോട്ടൊന്നും പറയണ്ട. എൻ്റെ ടീമിൽ നിന്ന് 6 പേർക്ക് എന്ത് പറ്റി എന്ന് സംജിൻവോനോട് അവൻ ചോദിക്കുകയാണ്. 6 പേർക്ക് എന്ത് പറ്റി എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല, നിങ്ങളുടെ ടീമിലുള്ള 2 പേരെ അതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്, അതോർത്ത് സന്തോഷപ്പെടുക എന്ന് സംജിൻവോ അവനോട് പറയാണ്. ഇതിൽ കൂടുതൽ ആ ബോസിന് അവനോട് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവൻ സോറി പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പറഞ്ഞിടുന്നുണ്ട്. ശരിക്കും എന്താണ് പറ്റിയത്? അപ്പോഴാണെങ്കിൽ ആ ഒരു B റാങ്ക് ആ C റാങ്ക് പെൺകുട്ടി പറയാണ്, അത് എനിക്കും അറിയില്ല, എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബോസിനെ കൊന്നതിന് ശേഷം അവൻ്റെ സ്വഭാവമൊക്കെ മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. ഓക്കെ ദെൻ, പക്ഷേ എന്തൊക്കെ പറ്റിയാലും അവനെ നമ്മുടെ ടീമിലോട്ട് കൊണ്ടുവരാൻ നോക്ക് എന്നാൽ ലീഡർ ആ ഒരു അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട്. പക്ഷേ അസിസ്റ്റന്റ് മാത്രമേ അറിയുള്ളൂ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. അതിനു മുമ്പ് വരെ ചേട്ടാ വിളിച്ചുകൊണ്ടിരുന്ന ആ പെൺകുട്ടി ഇപ്പം അവൻ്റെ പേര് വിളിക്കുകയാണ്. ഓക്കെ സംജിൻവോ, നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞിട്ട് അവളെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. എനിക്ക് ആ പോർട്ടലിനകത്ത് നിന്ന് കിട്ടിയ റിവാർഡ് ഈ ഒരു സോഡ് മാത്രമാണ്. അതുപോലെ തന്നെ ആ ഒരു പോർട്ടലിനകത്ത് ഞാൻ ചിലവാക്കിയത് 3 മണിക്കൂറുമാണ്. അവൻ്റെ ലെവലും പിന്നെ പവറും കുറച്ച് കൂടുതലായതുകൊണ്ടായിരിക്കണം എനിക്ക് അവനെ സാഡോ സോൾജർ ആക്കാൻ പറ്റിയില്ല എന്ന് ഹീറോ അവനെ മനസ്സിൽ ആലോചിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് അവൻ ബാത്റൂമിൽ അവൻ മോൻ കഴിയുന്ന ശേഷം ഒരു കാര്യം ആലോചിക്കുകയാണ്. ഇന്ന് ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ വെളിയിൽ നിന്ന് അവനെ അനിയത്തി വിളിക്കുന്നുണ്ട്, ചേട്ടാ ഫുഡ് റെഡി ആയിട്ടുണ്ട് വന്ന് കഴിക്കുക എന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് തൊട്ടടുത്ത ദിവസം അവൻ്റെ ഫ്രണ്ട് പുതിയ ആർമറൊക്കെ ഇട്ടുകൊണ്ട്
എടുത്തുകൊണ്ട് വന്ന് നിൽപ്പുണ്ട് അവൻ്റെ ഫ്രണ്ട്. വാളിയാ നമുക്ക് പോവാം എന്ന് അവൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്. അപ്പോഴെങ്കിൽ സഞ്ജിൻബോ പറയാണ് പോകുന്ന വഴിക്ക് ഒരാളെ പിക്ക് ചെയ്യേണ്ടി വരും. ആരാന്ന് വെച്ചാൽ മറ്റേ പെൺകുട്ടിയാണ്. ഇന്നലത്തെ ആ ഒരു സംഭവത്തിന് ശേഷം ഇവനും അവളും നല്ല രീതിയിൽ ക്ലോസ് ആവുകയാണ്. ഇത് കണ്ട് അവനൊരു എന്തൊക്കെയോ പോലെ ആവുകയാണ്. ഇവർ ക്ലോസ് ആയിട്ടിരിക്കുന്ന കണ്ട ഫ്രണ്ട് അവനോട് പറയാണ്, ഡേ ആളിയ ഇവളൊരു കൊച്ചു പെൺകുട്ടിയല്ലേ. അപ്പോൾ സഞ്ജിൻബോ പറയാണ്, അതിന് ഇങ്ങോട്ട് ഇറന്ന് വാങ്ങിച്ചു, ഇനിയൊന്നും പറയാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അവൻ ഇല്ല ആളിയ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുക്കുകയാണ്. അവിടെ വെച്ച് സോളോ ലെവലിംഗ് സീസൺ 2 എപ്പിസോഡ് 2 എൻഡ് ആവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അങ്ങോട്ടോ സോളോ ലെവലിംഗിന്റെ മലയാളം എക്സ്പ്ലനേഷൻ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എപ്പിസോഡിനെ പറ്റിയുള്ള നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത ആഴ്ച എപ്പിസോഡ് 3 കാണാം. നാളെ പെടുന്നതാണ് വരാൻ പോകുന്ന ആനിമെ ഏതാണെന്ന് വെച്ചാൽ സെക്കൻഡ് ഡേയ്സിന്റെ എപ്പിസോഡ് 1 ഉം 2 ആണ്. അപ്പോൾ നാളെ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഈസ് ആൻ എക്സ്പ്ലെയിനർ സൈനിങ് ഔട്ട്.